അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പല പല പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ആ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കിടയിൽ നാം എന്നും ചൊല്ലേണ്ട ആ ഒരു പ്രയാസഘട്ടത്തിൽ ചൊല്ലിയിരിക്കേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതേതാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് എന്ത് പ്രയാസഘട്ടത്തിലും ഈ ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റുമെന്നാണ്. അപ്പം അത്രയ്ക്ക് പവർഫുള്ളായ അത്രയ്ക്ക് മഹത്തായ ഒരു ദിക്റാണ് ഇത്. അപ്പം ഏതാണെന്ന് നോക്കാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ വലിയ വലിയ കഴിഞ്ഞ വലിയ വലിയ മഹാന്മാർ നിത്യജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവന്ന ഒരു ദിക്റാണ്. അതിന് പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിക്ർ ഏതൊരു വിഷമഘട്ടത്തിലും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിന് കിട്ടുന്ന ചില നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് ഞാൻ പറയാം. ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിരോധ മറ ലഭിക്കും എന്ന് വിചാരിച്ചാൽ രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുകയും എല്ലാത്തിൽ നിന്നും പ്രതിരോധ മറ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭയപ്പാടിൽ നിന്ന് മാറാൻ, ഒരു വ്യക്തി നമ്മളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ ആ ഭയം ഇല്ലാതാവാൻ ഈ ഒരു ദിക്ർ ചൊല്ലുന്നയാൾക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കുന്നതാണ്. മറ്റൊരു നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ദിക്ർ പതിവാക്കുന്നവന് ശത്രുത ഉണ്ടാവുകയില്ല. അതുപോലെ ഹൃദയത്തിന് വിശാലത ലഭിക്കും, ആപത്തുകൾ നീങ്ങിക്കിട്ടും, അവൻ്റെ ധനത്തെ അള്ളാഹു സംരക്ഷിക്കും. ഈ ഒരു ദിക്ർ പതിവാക്കുന്നവന് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും അതുപോലെ തന്നെ മാനസികാരോഗ്യം വർദ്ധിക്കുകയും ഉത്കണ്ഠ, വിഷാദം അങ്ങനെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടുകയും ടെൻഷൻ എല്ലാം നീങ്ങിക്കിട്ടുകയും ശാരീരികമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മളുടെ ഇടയിൽ നിന്ന് നീങ്ങുകയും വിവാഹ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധം സ്നേഹത്തിലാവുകയും എല്ലാത്തിൽ നിന്നും ഭയം മാറിക്കിട്ടുകയും അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമ്മളെ എല്ലാ ആവശ്യങ്ങളും നിറവേറി കിട്ടുന്നതുമാണ്. അങ്ങനെ പല പല നേട്ടങ്ങളുണ്ട് ഈ ഒരു ചെറിയൊരു ദിക്റിലൂടെ നമ്മൾ ചൊല്ലുന്നതിലൂടെ. അപ്പം ചില ആൾക്കാർ ചിന്തിക്കുന്നതുണ്ടാവാം, പഠിച്ച റബ്ബ് എന്തിനാ ഇത്രയും ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന്. ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്, അത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഓരോ ആപത്തുകളും ഓരോ പ്രയാസങ്ങളും നമുക്ക് പടച്ച റബ്ബ് തരുന്നത്. രണ്ടാമത്തെ പ്രയോജനം, അത് നമ്മുടെ അശ്രദ്ധയിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പം അതിനാണ് നമുക്ക് ഓരോ വിഷമങ്ങളും നമ്മുടെ ഓരോ സങ്കടപ്പെടുത്തലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ നമ്മെ ഉയർത്തപ്പെടുന്നതാണ്. അപ്പോൾ അതിനാൽ തന്നെ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നവർക്ക് പാപങ്ങളുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ട് അവരെ പരീക്ഷിക്കും എന്നാണ് നമ്മളെ ഖുർആനിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്നും നന്ദി പറയുക. കാരണം നമുക്കിങ്ങനെ ഓരോ പ്രയാസങ്ങൾ തരുമ്പോൾ നമുക്കതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങൾ തരുമ്പോൾ അള്ളാഹുവിനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എൻ്റെ ദുആയിലും ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.